ജപ്പാൻ കരാട്ടെ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർ സ്കൂൾ ഇൻവിറ്റേഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സെന്റ് സ്റ്റീഫൻസ് ബസാനിയ വലിയപള്ളി പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ബസാനിയ കപ്പ് 2026 ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, വൈസ് ചെയർമാൻ പ്രിൻസ് വർഗി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യം മുൻനിർത്തി ആയോധന കലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യമാക്കി നടത്തപ്പെട്ട കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിലായി നിരവധി കുട്ടികൾ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഇന്നിവിടെ 30 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള ആമുഖ പ്രസംഗങ്ങളിൽ നിന്നും ജോയ് സാർ പറഞ്ഞതിൽ നിന്നും മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്നും അറിയാൻ കഴിയും. കരാട്ടെ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ, കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അത് നമ്മുടെ അധ്യയനത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ ചെയർമാൻ എൽദോസ് ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശാന്തി കുര്യാക്കോസ് സ്വാഗതം ആശംസിച്ചു. കേരള കരാട്ടെ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ, എറണാകുളം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ ജോയ് പോൾ ആമുഖപ്രസംഗം നടത്തി. ചേലാട് വലിയപള്ളി വികാരി ഫാദർ എബ്രഹാം കിളിയാങ്കുന്നത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ സെക്രട്ടറി സണ്ണി കെ.വി., വാർഡ് കൗൺസിലർ ലിസി പോൾ, ബസാനിയ വലിയപള്ളി ട്രസ്റ്റിമാരായ റെജി സൈമൺ, റോയ് വർഗീസ്, കേരള കരാട്ടെ അസോസിയേഷൻ ട്രഷറർ പി വിജയകുമാർ, എറണാകുളം ഡിസ്ട്രിക്ട് കരാട്ടെ അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി അംഗം അനിൽ ജേക്കബ്, എറണാകുളം ഡിസ്ട്രിക്ട് കരാട്ടെ അസോസിയേഷൻ മുൻ ട്രഷറർ എം.കെ. ഉണ്ണികൃഷ്ണൻ, ബസാനിയ പബ്ലിക് സ്കൂൾ PTA പ്രസിഡന്റ് ജനീഷ് കെ. ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എറണാകുളം ജില്ലാ കരാട്ടെ അസോസിയേഷനിൽ നിന്നുള്ള റെനി പോൾ കൃതജ്ഞത അറിയിച്ചു. തുടർന്ന് വിവിധ വിഭാഗങ്ങളിലായി കുട്ടികളുടെ മത്സരങ്ങളും നടത്തപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.